എന്താണ് സാർ ഈ പീഡിയാട്രിക് സർജറി ആൻഡ് പീഡിയാട്രിക് യൂറോളജി എന്ന് പറയുന്നത്? പീഡിയാട്രിക് സർജറി എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി നമ്മൾ കുട്ടികളുടെ സർജിക്കൽ കണ്ടീഷൻസായിട്ട് ഡീൽ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതിൽ നമ്മൾ നവജാത ശിശുക്കൾ മുതൽ, അതായത് ഡേ 1 ഓഫ് ബർത്ത് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സർജിക്കൽ കണ്ടീഷൻസ് ഡീൽ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ആക്ച്വലി പീഡിയാട്രിക് സർജറി. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ MBBS കഴിഞ്ഞിട്ട് ജനറൽ സർജറി കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്ത് പീഡിയാട്രിക് സർജറി ചെയ്യുന്നത്. ഒരു 3 ഇയേഴ്സും കൂടി എക്സ്ട്രാ സ്പെഷ്യൽ ട്രെയിനിങ് ഇൻ ഡൂയിങ് സർജറി ഇൻ ചിൽഡ്രൻ. ബിക്കോസ് അത് അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് പീഡിയാട്രിക് സർജറി. ഇനി അതിൽ തന്നെയുള്ള ഒരു സബ് സ്പെഷ്യലൈസേഷനാണ് പീഡിയാട്രിക് യൂറോളജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് സർജിക്കൽ കണ്ടീഷൻസ് കുട്ടികൾ വരുന്നതിൽ ഒരു 70-75% കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് എന്ന് പറയും, അല്ലെങ്കിൽ ജെനിറ്റോ യൂറിനറി ട്രാക്ട്. അതായത് കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ, പിന്നെ നമ്മുടെ ജെനിറ്റേരിയ എന്ന് പറയുന്ന ടെസ്റ്റിസ്, നമ്മുടെ പെനിസ്, ആ വിഭാഗങ്ങൾ മൊത്തത്തിൽ വരുന്ന സർജറീസാണ് പീഡിയാട്രിക് യൂറോളജിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക് സർജറിയാണ്. ഓക്കെ സാർ. സാർ, നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളാണ് സാർ ഈ കുട്ടികളെ പീഡിയാട്രിക് സർജറി ആൻഡ് യൂറോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ നമുക്ക് എടുക്കേണ്ടി വരിക? എവിടെയാണ് ഒരു പീഡിയാട്രിക് സർജൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കഞ്ചനിറ്റൽ അനോമലീസ്, അതിപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള അനോമലീസ് ആവാം, അല്ലെങ്കിൽ ലങ്സിലുണ്ടാവുന്ന ചില കഞ്ചനിറ്റൽ അനോമലീസ് ആവാം, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ജെനിറ്റോ യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാവുന്ന കഞ്ചനിറ്റൽ അനോമലീസ് ആവാം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഈ കണ്ടീഷൻസ് ബേബീസിന് വരികയാണെങ്കിൽ ഇതിനെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ളൊരു വിഭാഗമാണ് പീഡിയാട്രിക് സർജറി. നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എപ്പോഴും പറയും, അയ്യോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തോരം പ്രശ്നങ്ങളാണ്, ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആക്ച്വലി ഇതെല്ലാം അന്നും ഉണ്ടായിരുന്നു, അത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം അന്നും ഉണ്ടായിരുന്നു. അത് അന്ന് അത്ര നല്ല സ്കാൻസ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് നല്ല സ്കാൻസ് ഉണ്ട്, നല്ല ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ പൊങ്ങി വന്നു. അതായത് അതിന് വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫീറ്റസിന് വേണ്ടി മാത്രമായിട്ടൊരു വിഭാഗം സ്പെഷ്യലൈസ് ചെയ്ത് വന്നു.